കഠിനാധ്വാനത്തിനും ആത്മാർത്ഥതയോടെയുള്ള പ്രവർത്തനത്തിനും ലഭിച്ച ഒരു മറുപടിയാണോ ഇതെന്ന് സാർ ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം ഈ പറയുന്നത് പോലെ തന്നെ IFFKയുടെ സമയത്തൊക്കെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം അല്ല, ഞാനവിടെ ഒരു 2.5 വർഷം ആദ്യം വൈസ് ചെയർമാനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി പറയാം. ഞാൻ മുമ്പ് കോളേജിൽ പഠിക്കുമ്പോൾ ഒരു KSUവിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടൊക്കെ മത്സരിച്ചതാണ് വിദ്യാർത്ഥി കാലത്ത്. ഞാനാണ് പിന്നീട് PA ബക്കർ സാറ് സഖാവ് കൃഷ്ണപിള്ള എന്ന് പറയുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ്, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ആക്കിയപ്പോൾ സഖാവ് കൃഷ്ണപിള്ളയായിട്ട് അഭിനയിപ്പിച്ചത് തന്നെയാണ്. അങ്ങനെ സഖാവ് P. കൃഷ്ണപിള്ള എന്ന് പറയുന്ന ആ മഹാവ്യക്തിത്വം, വിപ്ലവത്തിൻ്റെ സൂര്യ തേജസ്, പോരാട്ടവീര്യം, അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിൻ്റെ വിശുദ്ധി, ലാളിത്യം, ആത്മാർത്ഥത, സത്യസന്ധത, മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന നിലപാടുകൾ, ഇതെല്ലാം കണ്ടിട്ടാണ് എനിക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടും കമ്മ്യൂണിസത്തോടുമൊക്കെ ഉള്ളൊരു ആഭിമുഖ്യം ഉണ്ടാകുന്നത്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു ചിന്തകളിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാവുകയും പിന്നെ കമ്മ്യൂണിസം എന്താണെന്ന് അറിയാൻ ശ്രമിക്കുന്നു. അത് മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു വിമോചനത്തിൻ്റെ ഒരു തത്വശാസ്ത്രമാണ്. എല്ലാ മനുഷ്യർക്കും ഒരേ സമത്വത്തിൻ്റെ ഒരു നല്ല ഭാവി, സമഭാവനയുടെ, എല്ലാ മനുഷ്യർക്കും ശോഭനമായ ഒരു ഭാവി പ്രദാനം ചെയ്യുന്ന അങ്ങനെ ഒരു വലിയ ഒരു തത്വശാസ്ത്രം, ഒരു വലിയ ഒരു ചിന്ത. അപ്പോൾ അതിൻ്റെ പക്ഷം ചേർന്നുകൊണ്ട് കഴിഞ്ഞ ഏതാണ്ട് ഒരു 35ഓളം വർഷമായി അതിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന, ഒരിക്കലും പാർട്ടി അംഗത്വം എനിക്കില്ല, പക്ഷേ പാർട്ടിയുടെ കൂടെ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ ഒരു സഹയാത്രികനായി തുടരുന്ന ആളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ചില ലേഖനങ്ങൾ, എൻ്റെ ചില നിലപാടുകൾ, പ്രത്യേകിച്ചും കർഷക സമരത്തെക്കുറിച്ച്, ഇന്ധന വിലവർദ്ധനവിനെക്കുറിച്ചൊക്കെയുള്ള ചില ലേഖനങ്ങളൊക്കെ ചില പത്രമാധ്യമങ്ങളിലൊക്കെ എഡിറ്റോറിയൽ പേജിലൊക്കെ വരുന്നു. എൻ്റെ ചില പ്രതികരണങ്ങൾ കാണുന്നു. ഇതൊക്കെ കണ്ടിട്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ സഖാവ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് ചലച്ചിത്ര അക്കാദമിയുടെ ഇങ്ങനെ ഒരു വൈസ് ചെയർമാൻ സ്ഥാനം ചുമതലയേൽക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് ഞാൻ ആ ഒരു ചുമതലയിലേക്ക് വരുന്നത്. അപ്പോഴും ഞാനൊരു സംഗീത നാടക അക്കാദമിയുടെയൊക്കെ ചുമതലയാണെങ്കിൽ നന്നായി എന്ന്, കാരണം ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നൊക്കെ ബിരുദം നേടിയ ആളാണ്. അതാണ് ഞാൻ അങ്ങനെയാണെങ്കിൽ താല്പര്യം കാണിച്ചു. പക്ഷേ പിന്നീട് വളരെ നിർബന്ധപൂർവ്വം ഈ ഒരു ആവശ്യം വരുന്നു. ഞാനത് അങ്ങനെയാണ് ആ ഒരു സ്ഥാനത്തേക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ചെയർമാൻ്റെ ചുമതലയിലേക്ക് വീണ്ടും മാറ്റുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ 2.5 വർഷക്കാലം ഈ വൈസ് ചെയർമാനായിട്ട് ചുമതല ഏൽക്കുമ്പോൾ, അത് ഞാൻ എവിടെയും പറയാത്ത കാര്യമാണ്, മാസം 10,000 രൂപയാണ് ആകെ ഓണറേറിയം എന്ന് പറയുന്നത്. അതൊരു വലിയ തുകയുടെ വലിപ്പത്തെക്കുറിച്ചല്ല. ഇത് പറ്റിക്കൊണ്ടാണ് ഒരു സിനിമ പോലും ചെയ്യാതെ പൂർണ്ണ സമയം, താങ്കൾ ആത്മാർത്ഥമായും കഠിനാധ്വാനത്തിൻ്റെ കാര്യം ചോദിച്ചല്ലോ, അപ്പോൾ പൂർണ്ണ സമയം ഇതിനു വേണ്ടിയിട്ട് ചെലവഴിക്കുകയും എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തത്. അപ്പോൾ അതൊന്നും അപ്പോഴും നമ്മൾ ഒരു സിനിമാ താരം എന്നൊക്കെയുള്ള ഒരു പരിഗണന വെച്ചിട്ട് ചില പരിപാടികൾക്ക് വിളിക്കുമ്പോൾ കിട്ടുന്ന ചില അവരുടെ പ്രതിഫലമൊക്കെ വെച്ചിട്ടാണ് എൻ്റെ ഒരു ജീവിതം തന്നെ മുന്നോട്ട് പോയത്. അപ്പോൾ അത്രയും നമ്മളൊരു അർപ്പണബോധത്തോടു കൂടി ചെയ്ത ഒരു ഇടം, ഒരു പ്രവൃത്തി, അവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോൾ അതിനൊരു മാന്യത ഉണ്ടാകണം എന്ന് ഉള്ള അതൊരു സാധാരണ മനുഷ്യൻ്റെ ഒരു വികാരം അല്ലെങ്കിൽ ഒരു പ്രതികരണം, അത്രയേ ഉള്ളൂ. ഇല്ല. മന്ത്രിയും പിന്നീട് ഈ IFFKയുടെയൊക്കെ സംഘാടക സമിതി രൂപീകരണ സമയത്തൊക്കെ പറഞ്ഞത് പ്രേംകുമാർ ചെയർമാൻ എന്നുള്ള നിലയിൽ ഏറ്റവും മികച്ച പ്രവർത്തനമാണ് നൽകിയതെന്ന് വളരെ പ്രകീർത്തിക്കുകയുണ്ടായി. മാധ്യമങ്ങളും പൊതുസമൂഹവും ഒക്കെ കഴിഞ്ഞ IFFK ഉൾപ്പെടെ നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ ഇതായിട്ടാണ് സംസാരിച്ചത്. ഒരു പശ്ചാത്തലം നിൽക്കുമ്പോൾ ഇപ്പോൾ എന്താണ് പുറത്താക്കിയ എന്നുള്ള റീസണെ കുറിച്ചൊന്നും എനിക്കറിയില്ല. അത് ഇതുവരെയും എന്നോട് ആരും പറഞ്ഞിട്ടുമില്ല, ഒരു അറിയിപ്പും എനിക്ക് അതിനെക്കുറിച്ച് ഇപ്പോഴും ലഭിച്ചിട്ടില്ല. അതാണ് മറ്റൊരു സത്യം. അതൊന്നും എനിക്ക് അതിനെക്കുറിച്ചൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല. ഞാൻ എൻ്റെ ചില വികാരം അത് പ്രകടിപ്പിച്ചു. അത് ഈ ഒരു അവസരത്തിൽ ചില മാധ്യമ സുഹൃത്തുക്കളൊക്കെ ചോദിച്ചപ്പോഴാണ് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് എന്താണ് വസ്തുത എന്നുള്ളത് വ്യക്തമാക്കിയത്. ഈ ഒരു അതൃപ്തി സർക്കാരിനെയോ വകുപ്പിനെയോ അറിയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? അല്ല, ഇതൊരു അതൃപ്തിയുടെ ഒരു വിഷയമൊന്നുമല്ല. ഇത് ഞാൻ മറക്കാൻ ശ്രമിച്ച ഒരു കാര്യമാണ്, അല്ലെങ്കിൽ മറന്നിരുന്ന സംഭവം തന്നെയാണത്. ഞാനത് കഴിഞ്ഞിട്ട് മറ്റു കാര്യങ്ങളിലേക്കൊക്കെ വ്യാപൃതനായിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടായത്. അപ്പോഴെൻ്റെ ഒരു പ്രതികരണം വന്നു എന്നേ ഉള്ളൂ. അതിന് വേറെ കാര്യങ്ങളൊന്നുമില്ല.